ഒരു പ്രൈമറി ഇൻഫെർട്ടിലിറ്റി കേസിന് സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ക്ലിനിക്കിൽ നിന്നാണ്. അതായത് ഫസ്റ്റിൽ എന്നെ കാണാൻ വരുന്ന ഹസ്ബൻഡ് തനിച്ചായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്തേ നിങ്ങൾ വൈഫുമായിട്ട് വരാത്തത് ചോദിച്ചപ്പോൾ ഡോക്ടറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വൈഫ് അറിയുന്നതിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അട്രാക്ഷൻ തോന്നുന്നത് സെയിം സെക്സിനോടാണ്. അപ്പം അത്തരം ഒരു പ്രശ്നം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് സെക്ഷൽ ആക്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു അച്ഛനാവാൻ പറ്റില്ലേ എന്നുള്ള ഒരു ടെൻഷനും ആദ്യം എല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ സെമനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കൗണ്ട് വൈസ് വലിയ ഇഷ്യൂസൊന്നുമില്ല. പ്രോപ്പർലി ആ ഒരു കൗൺസിലിങ്ങും ആ ഒരു മെൻ്റൽ സപ്പോർട്ട്, അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് അവരുടെ ആ ഒരു കോംപ്ലക്സ് മാറ്റിയെടുക്കാൻ ഉള്ള രീതിയിലുള്ള കൗൺസിലിംഗ് എല്ലാം കൊടുത്തു, മെഡിസിൻസും കൊടുത്തു. ഏകദേശം അവർ 2 മാസം മെഡിസിൻസ് അവർ എടുത്തിട്ടുണ്ടായിരിക്കും. അവർക്ക് വൈഫിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടി, അവർ ഹാപ്പിയായി. ഇപ്പം നോർമലി അവർ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ അതായത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യണം, കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചു, അത് നടക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ ക്ലിനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.